നമ്മുടെ നാട്ടിൽ എങ്ങനെയൊക്കെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ എവിടെ വരെയും പോകാൻ ബി ജെ പിക്കാർ തയ്യാറാണ് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് മിസ്റ്റർ ഷോൺ ജോർജ് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച സംഭവം. നോക്കൂ, നമ്മുടെ നാട്ടിൽ മതവിശ്വാസികൾ മതസ്ഥാപനങ്ങൾ കൂടി നടത്താൻ അവകാശമുണ്ട് എന്നാണല്ലോ ഭരണഘടന പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പള്ളികളുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ വഖഫ് ബോർഡും ദേവാലയവുമായി ബന്ധപ്പെട്ടുള്ള സ്വത്തുവകകൾ, ക്ഷേത്രങ്ങളൊക്കെ നിയന്ത്രിക്കുവാൻ ദേവസ്വം ബോർഡും രൂപീകരിച്ചത്. മറ്റൊന്ന്, ചർച്ച ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടങ്ങിയെങ്കിലും അതെങ്കിലും എത്തിയിട്ടുമില്ല. വഖഫ് ബോർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ 1923 മുതൽ നിലവിലുള്ള ആ നിയമം അനുസരിച്ച് പള്ളികളുമായി ബന്ധപ്പെട്ടുള്ള സ്വത്ത്, അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ള ദാനമായി ലഭിച്ച കാര്യങ്ങളൊക്കെ വിശ്വാസികളായ മുസ്ലിം വിഭാഗത്തിന്റെ പ്രതിനിധികൾ നിയന്ത്രിക്കുമ്പോൾ, ഇപ്പുറത്ത് ദേവസ്വം ബോർഡ് ഹിന്ദു വിശ്വാസികൾ മാത്രം അംഗങ്ങളായിട്ടുള്ള കമ്മിറ്റിയാണ് ദേവസ്വം ബോർഡിന്റെ പൂർണ്ണമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ അന്യ മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവിടെ പ്രവേശനമില്ല എന്ന് അടിവരയിട്ട നിയമം പറയുമ്പോൾ, വഖഫ് ബോർഡിന്റെ കാര്യത്തിൽ മോദിക്ക് ഒരു സെക്കുലർ ബോധം 2025 ഏപ്രിൽ ഉണ്ടായി. അങ്ങനെയാണ് വഖഫ് ബോർഡുകൾ രൂപീകരിക്കുമ്പോൾ അതിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ മൊത്തം 11 അംഗങ്ങളാണെങ്കിൽ 2 പേർ മുസ്ലിം മതവിശ്വാസത്തിന്റെ പുറത്തുള്ളവരായിരിക്കണം എന്ന നിയമം പാസ്സാക്കിയത്. നോക്കൂ, അതിന്റെ പിന്നിലെ ദുരൂഹതയും ഇരട്ടത്താപ്പും നമുക്ക് ബോധ്യപ്പെടും. ഒരു വശത്ത് ദേവസ്വം ബോർഡിന്റെ മുഴുവൻ കാര്യങ്ങളിലും ക്ഷേത്രത്തിനുള്ളിലും പുറത്തുമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന്, ഒരുപക്ഷെ മതവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ പോലും ഇടപെടാൻ ഹിന്ദുക്കൾക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് ദേവസ്വം ബോർഡ് നിയമം അടിവരയിട്ട് പറയുമ്പോൾ, അപ്പുറത്ത് വഖഫ് ബോർഡിലെ അംഗങ്ങൾ പോലും മുസ്ലിം ഇതര ആളുകളാകുന്നതിൽ എന്താണ് കുഴപ്പം എന്നുള്ള ചോദ്യം യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയുടെ മറ്റൊരു ഭീകര സ്വരൂപത്തെയാണ് നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. ആ നിയമം കേരളത്തിൽ ബാധകമാക്കുവാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോൾ അത് നടപ്പാക്കാൻ ഇടതുപക്ഷ മുന്നണി തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ഇതാ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ പോയി പറയുന്നത് കേരള വഖഫ് ബോർഡിൽ 2 മുസ്ലിം ഇതര വിശ്വാസികളെ, മറ്റു മതത്തിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തണമെന്ന് പറയുമ്പോൾ കേരള സർക്കാർ അതിന് മുട്ടുമടക്കില്ല എന്നും വഖഫ് ബോർഡിന്റെ സ്വത്വബോധത്തെ സംരക്ഷിക്കാൻ കേരള സർക്കാർ പരമാവധി മുന്നോട്ട് വരുമെന്നും ഷോൺ ജോർജിന്റെ ഈ കലക്കവെള്ളത്തിലെ മീൻ പിടിക്കലിന് അവസരം ഉണ്ടാക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.